What's driving social media in Kerala this week? ഈ ആഴ്ചത്തെ കേരളത്തിൽ നടക്കുന്ന വിവരങ്ങൾ. നമ്മുടെ മനാഫ് അർജുൻ്റെ ലോറി ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. അർജുൻ്റെ ലോറിയല്ല, അത് മനാഫിൻ്റെ ലോറിയാണ്. പിന്നെ മനാഫ് ലോറി ഉടമ മനാഫ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു യൂട്യൂബ് തുടങ്ങി. ഇതൊക്കെ കണ്ട് ഇതൊക്കെ സംഭവിച്ചു. പിന്നെ അർജുൻ്റെ ഫാമിലിയെ കുറേ തെറി വിളിച്ചു കുറേ ആൾക്കാർ. എങ്ങനെ തെറി വിളിക്കാതിരിക്കുമല്ലേ? അമ്മാര് വർത്താനല്ലേ പറഞ്ഞത്. മനാഫ് അത്രയും ദിവസം അവിടെ നിന്നിട്ട് അത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു തന്നിട്ട് മനാഫ് 2000 രൂപ കൊണ്ട് തന്നു. മനാഫ് യൂട്യൂബിൽ ഈ പേര് വെച്ച് യൂസ് ചെയ്യുന്നു, ആനയാണ് ചേനയാണ്, പിന്നെ കൊണ്ട് കേസ് കൊടുക്കുന്നു. ഇതാ ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് ഒരു വീഡിയോ വന്നിട്ടുണ്ട്. സീക്രട്ട് ഏജൻറ്റിൻ്റെ ചാനലിലാണ് വീഡിയോ വന്നിട്ടുള്ളത്. പുള്ളി എല്ലാം സോൾവ് ആക്കി എന്നാണ് പറയുന്നത്. ഇത് സോൾവ് ആക്കാനായിട്ട് പുള്ളി കുറേ മെനക്കെട്ടെന്നാണ് പറയുന്നത്. പുള്ളി ഭയങ്കരമായിട്ട് ഇതിനെ സോൾവ് ആക്കി. ഇപ്പോൾ കാദർ കരിപ്പൊടിയും സീക്രട്ട് ഏജൻറ്റും മനാഫും അളിയനും കുഞ്ഞളിയനും പിന്നെ ഒരു കൂട്ടുകാരനും. ഒരുത്തൻ ലോറിയിൽ പോയിട്ട് ഒരു സ്ഥലത്ത് ഉരുൾപൊട്ടൽ ലാൻഡ് സ്ലൈഡ് എന്ന് പറയുന്ന സംഭവത്തിൽ പെട്ട് അവൻ കാണാതെയായി. അവനെ തിരയാൻ വേണ്ടി അവിടുത്തെ പോലീസുകാർക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അത് പോലീസുകാരുടെ കാര്യം അറിയാമല്ലോ. നമ്മുടെ ഇതിൽ പറഞ്ഞ പോലെ, ഏത് പടം അത്, മമ്മൂക്കയുടെ പുതിയൊരു പടത്തിൽ കണ്ണൂർ സ്ക്വാഡിലാന്ന് തോന്നുന്നു 20% എങ്ങാണ്ട് ആൾക്കാരെ പോലീസിൽ ജോലി ചെയ്യുന്നുള്ളൂ. അവർ കാരണമാണ് ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഇങ്ങനെ ലോ ആൻഡ് ഓർഡറൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത് ഡിപ്പാർട്ട്മെൻറ്റിന് എന്നും പറഞ്ഞുകൊണ്ടൊരു സംഭവമുണ്ട്. അത് തന്നെയാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. ഇപ്പോൾ അത് പ്രത്യേകിച്ച് കർണാടകം അത് റൂറൽ ഏരിയയിലൊക്കെ ഉള്ള സ്ഥലം. ഈ സ്ഥലത്ത് പോയിട്ട് ഈ പയ്യൻ പെട്ടു. ആദ്യത്തെ ദിവസം മനാഫ് ഇവിടെ തിരയേണ്ടെന്ന് പറഞ്ഞു. മനാഫ് പറഞ്ഞുകൊണ്ട് അവരങ്ങ് കേൾക്കുകയാണ്. ഇത് ഓർക്കണേ, മനാഫ് ഭയങ്കര എഞ്ചിനീയറാണ്. മനാഫ് പറയുമ്പോൾ അവരങ്ങ് ശരിയാ അത് ശരിയാ എന്നും പറഞ്ഞ് കേൾക്കുകയാണ്. എന്നിട്ട് ഇപ്പോൾ അവിടുത്തെ എസ് പി ഒരു പത്രസമ്മേളനം വിളിച്ചിട്ട് ഒരു റിപ്പോർട്ട് പോലെ കൊടുക്കുകയാണ്. മനാഫിനെതിരെ പുള്ളി സംസാരിക്കുകയാണ്. പിന്നെ മനാഫിനെതിരെ കേസ് കേരളത്തിൽ. അത് കർണാടകയിൽ കേസുണ്ട്, അത് സോൾവ് ആക്കാം. കേരളത്തിൽ കേസ് കൊടുത്ത ആൾക്കാരാരാ? ഈ അർജുൻ്റെ വീട്ടുകാർ. ഇവരെ പിന്നെ തെറി പറയാതെ എന്ത് പറയും? ഇപ്പോൾ എല്ലാം കൂടെ വന്ന് നിന്നിട്ട് എല്ലാം സോൾവ് ആക്കി ആനയാക്കി. ഈ പിള്ളേരെ സംഗീന്നും ഒന്നും വിളിക്കരുത്. എന്ത് വക ആൾക്കാരൊക്കെയാണ്. ഒരുത്തൻ ഒരു നല്ലത് ചെയ്യാൻ വന്നപ്പോൾ ആ രഞ്ജിത്ത് ഇസ്രയേൽ എന്ന് പറയുന്നവനെ കുറേ തെറി വിളിച്ച് കുറേ ആസാക്കി ഓടിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഇതിപ്പോൾ അവസാനം ഇയാൾ സെൻഡ് ഓഫ് കൊടുക്കണമെന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് കുറ്റം. അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തത് ആരാണ്? ഈ വക കാര്യങ്ങളൊക്കെ, അതായത് ഒരു ചില ആൾക്കാർ ഒരു സ്ഥലത്ത് ചില സ്ഥലങ്ങളിൽ പോയിട്ട് ഒന്ന് നിന്നാൽ മതി, അധികമൊന്നും വേണ്ട, വിളിച്ചവിടെ നിർത്തിയാൽ മതി എന്ന് പറഞ്ഞ പോലത്തെ സംഭവമാണ്. അമ്മാതിരി വിഷമാണ്. ആ ഒരു സ്ഥിതിയിലേക്കായെന്ന് തോന്നുന്നു സീക്രട്ട് ഏജൻറ്റിൻ്റെ കാര്യം. സീക്രട്ട് ഏജൻറ്റ് ഇനി ഇതിനകത്ത് വിഷപരിപാടി വല്ലതും ചെയ്തോയെന്നറിയില്ല. പക്ഷേ പുള്ളി അങ്ങനെ ചെയ്യുന്ന കൂട്ടത്തിലല്ലെന്നാണ് തോന്നുന്നത്. പക്ഷേ പുള്ളിയുടെ കാര്യം നമുക്ക് അങ്ങനെ ഫുള്ളായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. പുള്ളിയുടെ കാര്യം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അഖിൽ മാരാറിൻ്റെ കൂടെ കമ്പനിയായിട്ട് ചിരിച്ചുകൊണ്ടൊക്കെ നിൽക്കും. പിന്നെ പോയിട്ട് പുള്ളി വീഡിയോ ചെയ്യും, അഖിൽ മാരാർക്കെതിരെ വീഡിയോ ചെയ്യും. അത് പിന്നെ പുള്ളി ന്യായീകരിക്കും. അതിനെ ഞാൻ അങ്ങനെയാണ് പക്ഷേ ഹെലൻ ഓഫ് സ്പാർട്ടയെക്കുറിച്ച് ധന്യയെക്കുറിച്ച് അങ്ങനെയൊന്നും പറയത്തില്ല. അത് കൂട്ടുകാരിയാണ്, ഞാൻ അങ്ങനെ നിൽക്കൂ എന്ന് പുള്ളി പറയും. പിന്നെ ഈ മനാഫിൻ്റെ കേസിൽ പുള്ളി അർജുൻ്റെ കാര്യമൊക്കെ ഇങ്ങനെ ഫുൾ ടൈം റിപ്പോർട്ടിങ്ങാണ്. പുള്ളിയുടെ ചാനലിൻ്റെ വ്യൂസൊക്കെ കണ്ടു കഴിഞ്ഞാൽ കണ്ണ് തള്ളിപ്പോവും. 2-2.5 ലക്ഷം വ്യൂ, 3 ലക്ഷം ഇങ്ങനെയൊക്കെ പോവും പുള്ളി. അപ്പോൾ അങ്ങനെയൊക്കെ പോകുന്ന ഒരാൾ ഇതിനകത്ത് കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ട് എന്താണ് പുള്ളിക്ക് കാര്യം? എന്താണ് പുള്ളിക്ക് കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ട് പുള്ളി എന്ത് നേടാനാണ് എന്ന് ആലോചിക്കുമ്പോൾ ചിലർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവം മൊത്തമായിട്ട് ഉണ്ടാക്കിയതേ പുള്ളിയാണ്. പുള്ളിയുടെ ഡയറക്ഷനിൽ വന്ന ഒരു സംഭവം എന്നാണ് പറയുന്നത്. ഇത്രയൊക്കെ കഴിവുണ്ടായിരുന്നെങ്കിൽ ഇയാൾ വല്ല ഷോയുടെയൊക്കെ ഡയറക്ടറായിട്ട് വെക്കൂടെ? അങ്ങനൊന്നും അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പുള്ളി എന്തെങ്കിലുമൊക്കെ വിട്ട് കാണും. കമ്പനിയായിട്ട് സംസാരിക്കുമ്പോൾ പുള്ളി കുറേ ഗോളുകളൊക്കെ അടിക്കുന്ന കൂട്ടത്തിലാണെന്ന് തോന്നുന്നു. അങ്ങനെ പുള്ളി മനാഫിന് യൂട്യൂബ് തുടങ്ങണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പക്ഷേ അത് നമ്മുടെ ബെസ്റ്റ് ആക്ടറിൽ പറഞ്ഞ പോലെ അഭിനയിക്കണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പക്ഷേ അത് ചിലർ പുറത്ത് കാണിക്കുന്നു, ബാക്കിയുള്ളവർ അതിങ്ങനെ മനസ്സിൽ കൊണ്ടു നടക്കുന്നു. അത് ഒരു നല്ല രീതിയിലാണ് ആ പടത്തിൽ ബെസ്റ്റ് ആക്ടറിൽ കാണിക്കുന്നത്. സുകുമാരി ചേച്ചിയുടെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഒരു സ്കൂളിലെ പ്രിൻസിപ്പൽ, ഒരു വയസ്സായ ഒരു സ്ത്രീയാണ്. അത് കന്യാസ്ത്രീയാണ്. അപ്പോൾ അവരോട് മമ്മൂക്ക ചോദിക്കും, മദർക്ക് അഭിനയിക്കണമെന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ, അയ്യോ ഞങ്ങളുടെ സഭ അതിനൊന്നും അനുവദിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സഭ സമ്മതിച്ച ആഗ്രഹമുണ്ടല്ലേ എന്ന് പറഞ്ഞു. അത് തന്നെയാണ് സംഭവം. അപ്പോൾ മനാഫിന് ഒരു ആഗ്രഹം വന്നുകൊണ്ട് അതിനകത്ത് തെറ്റൊന്നും പറയാൻ പറ്റില്ല.
മനാഫ് അവിടുന്ന് യൂട്യൂബ് തുടങ്ങി, അവിടുന്ന് പുള്ളി ഈ വക കാര്യങ്ങളൊക്കെ തുടങ്ങി എന്ന് പറയുമ്പോൾ പുള്ളിക്ക് അതിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നുകൊണ്ട് അതിനകത്ത് തെറ്റൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഈ പുരകത്തുമ്പോൾ മറ്റേ ബീഡി കത്തിക്കുക എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അത് അത്ര അങ്ങനെ ആയിപ്പോയി എന്നുള്ള ഒരു ഇതിലാണ് മനാഫിനെ കുറേ ആൾക്കാർ തെറി പറഞ്ഞത്. ഈ അർജുൻ്റെ വീട്ടുകാരും അതുകൊണ്ടാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഓഫ് അവർ കേരള. മിസ്അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആൾക്കാർ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ഭയങ്കര മിടുക്കന്മാർ. ഇമാതിരി അണ്ടർസ്റ്റാൻഡ് ചെയ്യൂല കേട്ടോ. അണ്ടർസ്റ്റാൻഡിങ് വളരെ കുറവാണ്. അണ്ടർസ്റ്റാൻഡിങ് ചെയ്യുന്ന കാര്യത്തിൽ വെരി ബാഡ്. പക്ഷെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ അവൻ കണ്ടില്ലേ ഇങ്ങനെ വരെ എക്സ്പ്രഷൻസ് ഉണ്ട്. സീക്രട്ട് ഏജൻറ്റ് ആകെ ഡെസ്പായിട്ടാണ് നിൽക്കുന്നത്. പുള്ളിയെ കുറേ ആൾക്കാർ ഇത് കുത്തിത്തിരിപ്പുണ്ടാക്കി നാരദൻ എന്നൊക്കെ വിളിച്ചെന്ന് തോന്നുന്നു. ഇമാതിരി കാര്യങ്ങളിലൊക്കെ ഇറങ്ങി പോകുമ്പോൾ അങ്ങനെയൊക്കെ പറ്റും ഭായി. നിങ്ങൾ ഇപ്പോൾ ചെളിയിൽ നിങ്ങളിപ്പോൾ ഒരു ഓട ക്ലീൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ ദേഹത്ത് ഒരു തുള്ളി വെള്ളം പോലും ആ ഓടയിൽ നിന്ന് പറ്റാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നടക്കുമോ? കുറച്ചൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ തെറിക്കും. നിങ്ങളൊരു കല്ലെടുത്ത് അങ്ങോട്ട് ഇടുമ്പോൾ ഒരു തൂമ്പ എടുത്ത് ഇങ്ങോട്ട് പിടിക്കുമ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് തെറിക്കും, ഇവിടുന്ന് അങ്ങോട്ട് പിടിക്കുമ്പോൾ ഇവിടുന്ന് അങ്ങോട്ട്. അതാണ് ബേസിക് എന്താ പറയുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് ഫിസിക്സ് ആണ് ഇതൊക്കെ. അപ്പോൾ അതിനകത്ത് വലിയ സംഭവമൊന്നുമില്ല. ചുമ്മാ കേസ് ചുമ്മാ ലാലേട്ടൻ പറഞ്ഞ പോലെ ചുമ്മാ. ഇതിപ്പോൾ കേസും കാര്യങ്ങളൊക്കെ കൊടുത്ത് അതൊക്കെ ചുമ്മാ എന്നായിപ്പോയി. ഭയങ്കര കാര്യമായിട്ട് വന്ന് ഇങ്ങനെ ചേർത്ത് പിടിച്ച് ഇതൊക്കെ നമ്മുടെ പിള്ളേരാണ്, ഇവരെയൊക്കെ ചേർത്ത് പിടിക്കേണ്ടതാണ് എന്ന് പറഞ്ഞ് മനാഫ് ഇങ്ങനെ കയ്യൊക്കെ ഇങ്ങനെ ഇടുന്നുണ്ട്. പക്ഷേ അളിയഞ്ചൊക്കെ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ അപ്പുറത്തൊന്നും ആരോ കണ്ണ് കാണിച്ചെന്ന് തോന്നുന്നു, നമ്മുടെ നാരദനാണോ. എന്നാലും എന്തൊക്കെയായാലും നമ്മുടെ ആൾക്കാർ ഒരു ഒന്നൊന്നര സംഭവമാണ്. എൻ്റെ ദൈവമേ, ഒരു സ്ഥലത്ത് ഒരു സംഭവിച്ചു. റിപ്പോർട്ടർ ചാനലിലെ ആളിനെ കുറേ തെറി വിളിച്ചോടിച്ചു, രഞ്ജിത്ത് ഇസ്രായേലിനെ കുറേ തെറി വിളിച്ചോടിച്ചു, മനാഫിനെ കുറേ തെറി വിളിച്ചോടിച്ചു. നമ്മുടെ ആൾക്കാർ അവിടുത്തെ SP യെ തെറി വിളിച്ചു, അവിടുത്തെ ഗവൺമെൻറ്റിനെ തെറി വിളിച്ചു, അവിടുത്തെ അവരെന്താണ് ചെയ്യുന്നത് അതാണ് ഇതാണ്. ആ റെസ്ക്യൂ ടീമിനെ ഫുള്ളായിട്ട് തുരുതുരാ തെറി വിളിച്ചു. പിന്നെ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് തെറിയാണ്. ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് തെറി എന്ന് പറഞ്ഞാൽ ഈ അർജുൻ്റെ കുടുംബത്തിനാണ്. പക്ഷെ അത് അവരമ്മാര് വർത്തമാനം പറഞ്ഞിട്ടാ എന്നേ ഞാൻ പറയുള്ളൂ. അവർ കുറച്ച് മയത്തിലൊക്കെ പറയേണ്ടതായിരുന്നു. ആ അമ്മയും കൂടെയൊക്കെ വന്ന് പറഞ്ഞപ്പോഴേ അത് കാണുമ്പോൾ തന്നെ നമുക്ക് സഹിച്ചില്ല. അത് പറയിപ്പിച്ചതാ ആൾക്കാർ എമ്മാരി. അതാ ഞാൻ പറഞ്ഞില്ലേ, അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് മിസ്അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ കോൺസിക്വൻസസ് ഓഫ് ദ കേരള, ഓഫ് ദ ഇന്ത്യ, ഓഫ് ദ കർണാടക ആൻഡ് ഷിമോഗ ആൻഡ് എന്ത് പറയാനല്ലേ. ഇതിൻ്റെ ഇടയിലാണ് വേറെ ഒരു സംഭവം ഞാൻ കണ്ടത്. നമ്മുടെ ഒമർ ലുലു, നീ അഭിനയിച്ച് കാണിക്കടാ, നീ ആദ്യം ഒരു സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്ക്. ഷസാമിനെ കുറിച്ച് ഷസു ആണെങ്കിൽ ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി ഇങ്ങനെ വരും. പുള്ളിയെ ഇങ്ങനെ കളിയാക്കി. പുള്ളിയുടെ ആ ഒരു രീതിയാണ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നത്. പുള്ളിയെ കളിയാക്കുന്ന ആൾക്കാരുണ്ട്, പക്ഷേ പുള്ളി അങ്ങനെ അല്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് ഒരു കൂൾ ബോയ്, സ്കൂൾ ബോയ് അല്ല, കൂൾ ബോയ്. അത് ഒമർ ലുലു ഇക്കയ്ക്ക് പിടിക്കുന്നില്ല. ഒമർ ലുലു എന്ന് പറയുമ്പോൾ ഭയങ്കര ടീമാണല്ലോ, വൻ ടീമാണ്. പുള്ളിയുടെ പ്രൊഡ്യൂസറാണ് തെറി വിളിച്ചത്. നമ്മുടെ ഉണ്ണി വ്ളോഗ്സിനെ തെറി വിളിച്ചു. പിന്നെ ഒമർ വന്നിട്ട് അവനെല്ലാം പുച്ഛോ. ഐഫോണിന് അതിപ്പോൾ ഒരു ട്രെൻഡ് അങ്ങനെയാണല്ലോ ഭായി. നിങ്ങളും സിനിമ എടുക്കുന്നത് ട്രെൻഡ് വെച്ചല്ലേ. ഇപ്പോഴത്തെ ട്രെൻഡെന്ന് പറഞ്ഞാൽ എന്തിനെയൊക്കെ കളിയാക്കുക, എന്ത് കണ്ടാലും പുച്ഛിക്കുക, അതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കണം. അപ്പോൾ ഷസാമിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഷസാം അവിടെ ചെയ്യുന്നത് ഒരു അഭിനയമാണ്. ശരിക്കും ഷസാമിൻ്റെ കയ്യിൽ എത്ര ഐഫോൺ ഉണ്ടെന്ന് അവിടെ പോയി നോക്കിയാലേ നമുക്കറിയാൻ പറ്റും. അവൻ പക്ഷേ ഐഫോണിനെ കുറ്റം പറയും, എന്നാൽ ഐഫോൺ മേടിക്കുകയും ചെയ്യും. പക്ഷേ കുറ്റം പറയുന്നതാണ് നമ്മുടെ ആൾക്കാർക്ക് ഇഷ്ടം. അപ്പോൾ വന്നിട്ട് അഭിനയിക്കുന്നതാണ് ഇഷ്ടം ആൾക്കാർക്ക്. അവൻ അഭിനയിക്കാൻ അറിയില്ല എന്ന് നിങ്ങൾ പറയുന്നത് അങ്ങനെ പറയരുത് പ്ലീസ്. എന്ത് വേഗ ഇതുപോലത്തെ കുറേ സംഭവങ്ങൾ കേരളത്തിൽ എന്താ നടക്കുന്നത് ഇവിടെ എന്ന് പറഞ്ഞാൽ അവർ ചെക്കൻ ജയിക്കുമല്ലോ. അതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. കുറേ കാര്യങ്ങൾ, ഇങ്ങനത്തെ കാര്യങ്ങൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും. കുതിര ഓടിക്കൊണ്ടേയിരിക്കും, എന്തോ ഒന്ന് ആടിക്കൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞൊരു പഴയൊരു ചൊല്ലുണ്ട്. അതാണ് എനിക്ക് ഓർമ്മ വരുന്നത് ഇതൊക്കെ കാണുമ്പോൾ. എന്തൊക്കെ പുറത്ത് ബാലയാണെങ്കിൽ അയ്യോ ബാല എന്ന് പറഞ്ഞാൽ നാറി. ഇനിയിപ്പോൾ എങ്ങോട്ട് നാറുമെന്നറിയില്ല. ബാലയുടെ അവരുടെ വീട്ടിലുണ്ടായിരുന്ന കൊച്ചോ, അവരുടെ ഒരു പേഴ്സണൽ അസിസ്റ്റൻറ്റോ BA എന്തോ ഒരു സംഭവം കൊച്ചു വന്നിട്ട് ഭയങ്കര എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബോയ് കട്ടൊക്കെ വെട്ടിയിട്ട് ഒരു കൊച്ച് ഫെമിനിസ്റ്റാന്ന് തോന്നുന്നു. ഫെമിനിസ്റ്റ് എന്ന് വിളിച്ചാൽ ഇപ്പോൾ ഭയങ്കര പ്രശ്നമാണെന്ന് തോന്നുന്നില്ലേ. തെറിയൊന്നല്ലല്ലോ അല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. ആ പുള്ളിക്കാരി വന്ന് ബാലയുടെ കാര്യങ്ങൾ കുറേ പറഞ്ഞു. അവർ പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ ഇവൻ പോക്സോയിലോ ഇയാൾ ഏതൊക്കെ കേസിലകത്ത് പോകുന്നറിയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് പുള്ളി വീഡിയോ ഒന്നും ഇട്ടില്ലെന്ന് തോന്നുന്നല്ലേ. പുള്ളി ഒന്നിടും, അവിടുന്ന് 2 കിട്ടും.
പക്ഷേ ഇപ്പോഴാണ് ഈ അടുത്ത കിട്ടി തുടങ്ങിയത്. മറ്റേ ആ കൊച്ചു വന്ന് പറഞ്ഞപ്പോഴാണ് സംഭവങ്ങളൊക്കെ ഒന്ന് വെടിപ്പായത് പുള്ളി. പിന്നെ വേറൊരു സംഭവം, മുനീർ, പേര് പറയാമോ ദൈവമേ, പേര് പറഞ്ഞാൽ ഇനി എന്നെ പിടിച്ചകത്താക്കും. എന്താണേലും എല്ലാ ചാനലുകളിലും പറയുന്നുണ്ട്, അവർ തന്നെ പറയണമെന്ന് പറഞ്ഞ് നിർബന്ധവും പിടിക്കുന്നുണ്ട്. അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ പേരും എൻ്റെ ഫോട്ടോയും കാണിച്ചില്ലെങ്കിൽ ഞാൻ ഇപ്പോൾ എണീറ്റ് പോകും കേട്ടോ എന്നാണ് അവർ പറയുന്നത്. അവർ ഇതും പറഞ്ഞുകൊണ്ട് തുപ്പിക്കൊണ്ട് നമ്മുടെ ഷാജൻ സക്രിയെക്കുറിച്ച് മറുനാടൻ മലയാളി, അതൊക്കെ ഒരു ചാനലാണ്, ചീള് കേസ്, എന്ത് പെണ്ണും പിള്ളയാണ്, ഇതെന്ന് തറയാ, മറ്റേ തറന്നൊക്കെ, തറയെക്കാട്ടിലും മറ്റേ തറയും തനി തൊട്ടി. അതിനെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി ഞാൻ കൂതറയാ എന്ന് പറഞ്ഞ പോലെയാണ്. എന്തൊക്കെയാണ് ഇമാതിരി കാര്യങ്ങളാണ്. സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഇമാതിരി കാര്യങ്ങളാണ് അടിച്ച്. എൻ്റെ അമ്മ, എന്നെ അവൻ പീഡിപ്പിച്ചു, ഇവൻ പീഡിപ്പിച്ചു, ഇങ്ങനെ ലിസ്റ്റ് നോക്കി വായിക്കുകയാണ്, മറ്റേ ന്യൂസൊക്കെ വായിക്കുന്ന പോലെ. എന്നെ അയാൾ മറ്റേ ബാലേന്ദ്ര മേനോൻ എല്ലാം കഴിഞ്ഞപ്പോഴാണ് വന്നത്. ബാലേന്ദ്ര മേനോൻ പീഡിപ്പിച്ചു. അയാൾ എനിക്ക് തോന്നുന്നു ആദ്യം പീഡിപ്പിച്ചായിരിക്കും, അതുകൊണ്ട് അത് മറന്നുപോയത്. അത് പറഞ്ഞ കഥയൊക്കെ ഭയങ്കര ഇതൊക്കെ മറ്റേ ഇയാളുണ്ടല്ലോ ഒരു ഈ കമ്പി ബുക്കൊക്കെ എഴുതുന്ന എന്താ അത്, തുണ്ട് ബുക്കെന്ന് പറയുന്ന സംഭവം, മറ്റേ സിനിമയുണ്ടല്ലോ ഇമ്മാനുവലിലൊരു ക്യാരക്ടറുണ്ട്, ഒരു കണ്ണാടി വെച്ചിട്ടൊരു വയസ്സായ ഒരാൾ, ശംഭുവിൻ്റെ ഒളിയമ്പുകൾ എന്നും പറഞ്ഞ് പുള്ളി ഒരു കഥ എഴുതി. അതിലൊക്കെ ഇടാൻ പറ്റിയ എന്നാ കഥയാണ്. ഞാനങ്ങോട്ട് ചെല്ലുമ്പോഴേ അവിടെ 3 പെണ്ണുങ്ങൾ മാറി പുള്ളി. ഈ VPN ഒക്കെ ഗുണം എപ്പോഴാണ് മനസ്സിലാകുന്നത്. 3 പെണ്ണുങ്ങളെ ബാലേന്ദ്ര മേനോൻ. അത് എപ്പോൾ 2010 ഇവർ സിനിമയ്ക്ക് വന്നത്. ആ സമയത്തൊക്കെ ഇല്ലേ, അതോ ഇനി 85 ആണോയെന്നറിയില്ല. നമ്മുടെ നയം വ്യക്തമാക്കുന്ന സമയത്തൊക്കെ ആണോ ഈ പറഞ്ഞ കാര്യമൊന്നും ആ സമയത്ത് കുറച്ച് പുള്ളി നല്ല പവറായിരുന്നു. ഈ കാര്യത്തിൽ അങ്ങനെയൊന്നുമല്ല എന്നായിരിക്കും നിങ്ങളൊക്കെ വിചാരിക്കുന്നത്. പക്ഷേ എന്നാലും ഒരു പവറും കാര്യങ്ങളൊക്കെ വേണ്ടേ വൈ. 3 എന്ന് പറയുമ്പോൾ 2 ഒന്നാണ് സിനിമകൾ. പണ്ടത്തെ പിള്ളേരുടെ മറ്റേ കയ്യേറ് കളി ഉണ്ടല്ലോ, ഈ മറ്റേ ഡെക്ക് എടുത്തിട്ട് കാണുക എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ. ഇതൊക്കെ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുമെന്ന്. എന്താണേലും ഇതുപോലെ ഒരാഴ്ച സായി പറഞ്ഞാൽ ഭയങ്കര ടയർഡായിപ്പോയി, പക്ഷെ ഭയങ്കര സന്തോഷമായിപ്പോയി. ഈ ബിഗ് ബോസിൻ്റെ കാര്യം പുള്ളി ഇടയ്ക്കിടയ്ക്ക് എടുത്തിടും. പുള്ളി പറയുന്നതെന്ന് പറഞ്ഞാൽ ബിഗ് ബോസിൽ പോയതോടെ പുള്ളിക്ക് എന്തോ വെളിപാടുണ്ടായി. ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന സംഭവം അത്രയും നല്ലതാണോ ഭായ് സായി? വാട്ട് ആർ യു ടോക്കിംഗ് മാൻ? ആർ യു സിറ്റിംഗ് അണ്ടർ ദ ട്രീ that is like which gave the enlightenment to Gautam Buddha? ഈ ബുദ്ധനൊക്കെ മറ്റേ ഇത് കിട്ടിയ പോലെ ഒരു സ്ഥലമാണ് ബിഗ് ബോസ് എന്നുള്ള രീതിയിലാണ് ബിൽഡപ്പ്. ഇപ്പോഴും PR വർക്ക് നടത്തുന്നുണ്ട്. അടുത്ത ബിഗ് ബോസിന് ഇനി കുറേ സമയമുണ്ടെന്ന് തോന്നുന്നില്ലേ? ഇപ്പോഴല്ലേ കഴിഞ്ഞല്ലേ? ഇപ്പോഴാണ് കഴിഞ്ഞ 2 മാസമായല്ലേ ഉള്ളൂ. മറ്റേ നമ്മൾ കുറേ വീഡിയോ ഒക്കെ ചെയ്തായിരുന്നല്ലോ, എന്താ ജാസ്മിനും ഗബ്രിയും പിന്നെന്താ പിന്നെ സായി കൃഷ്ണ, പിന്നെ റോക്കി ബായ്, പിന്നെ ഇയാളുണ്ടല്ലോ, അയാളുടെ പേരെന്താ, പേരൊക്കെ മറന്നുപോയി. അർജുൻ, മറ്റേ ശ്രീതു അല്ലേ, തമിഴ് കുട്ടി. ഇതൊക്കെ ഒരു മേക്ക് ബിലീഫ് അല്ലേ മോനെ എന്നും പറഞ്ഞുകൊണ്ട് ചെകുത്താൻ്റെ കാര്യം, ലാലേട്ടൻ്റെ കാര്യം ഓർക്കുമ്പോൾ ചെകുത്താൻ്റെ കാര്യം ഓർമ്മ വരാം. അങ്ങ് തുരുതുര വീഡിയോ. ഇപ്പോൾ മറ്റേ ബാലയുടെ കാര്യം തുരുതുര വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുക. ലാലേട്ടൻ ഇങ്ങനെ ഒളിഞ്ഞിരിപ്പുണ്ട്, സിദ്ദിഖ് ഒളിയുന്നുണ്ട്, അതാണ് ഭയങ്കര സന്തോഷമായി. ഇവനെന്തോ കൂടുതലും ചെയ്തതെന്ന് തോന്നുന്നു. മറ്റേ മുട്ടയിൽ ശ്രീനിവാസൻ കൊണ്ടുവെക്കുമല്ലോ, ശ്രീനിവാസൻ കൊണ്ടുവെക്കും അല്ലേ, മറ്റേ കൊച്ചിനെ ഇനിയിപ്പോൾ കൊണ്ട് ശ്രീനിവാസൻ വെക്കുമല്ലേ, അതാണ് സംഭവം. അതൊക്കെയാണ് എനിക്ക് ഓർമ്മ വരുന്നത് ഈ ഇയാളെ കാണുമ്പോൾ. ഈ മറ്റേ ചെകുത്താന് എന്തൊരു സന്തോഷമാണ്. പടക്കമൊക്കെ പൊട്ടിച്ചാണ് ഉറപ്പായിട്ട്. നമ്മുടെ വീഡിയോയിൽ വന്നിട്ട് ഇത്രയും സന്തോഷം കാണിക്കണമെങ്കിൽ ഈ ന്യൂസ് കേട്ടപ്പോൾ പടക്കം പൊട്ടിക്കാതിരിക്കുമോ? പക്ഷേ അമ്മാരി വിഷമമായിരുന്നെന്ന് തോന്നുന്നു ആ സമയത്ത്. പിടിച്ച് അകത്തൊക്കെ കൊണ്ടുപോയപ്പോഴേ ഇങ്ങനെ പെട്ടെന്ന് ഓർക്കാപ്പുറത്ത് കിട്ടിയ അടിയായിപ്പോയില്ലേ. പെട്ടെന്ന് ഇവർ ഇങ്ങനെയൊക്കെ കേസ് കൊടുക്കുന്നൊന്നും ഇവൻ അറിഞ്ഞില്ലല്ലോ. ഇങ്ങനെ അത് മറ്റേ കളിയാക്കൽ കാര്യമാണ്. അത് പിന്നെ കൂടിപ്പോയി കളിയാക്കൽ എന്ന് പറഞ്ഞാൽ ഷസാമുൻ്റെ കളിയാക്കലിനൊരു മയവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹലോ ലേഡീസ് ആൻഡ് ജെൻറ്റിൽമെൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഡയലോഗ് കേൾക്കാൻ. അത് പുള്ളിയുടെ ഒരു സിഗ്നേച്ചർ ഒരു സംഭവമായിട്ട് മാറിയിട്ടുണ്ട്. കണ്ണാടി ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയും. നല്ല ടെക്നിക്കൽ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. മറ്റേ ഫോണിനെ കുറിച്ചൊക്കെ പുള്ളി ഇവർക്കൊക്കെ ഒരു ഫാൻ ബേസ് ഉണ്ടായിക്കഴിഞ്ഞു.
അപ്പോൾ അതിനെ ഒന്നും കണ്ടിട്ട് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ഈ ഒമർ ലുലൂക്കൊക്കെ പറ്റുന്നത് അതാണ്. ഞാൻ ഏതൊക്കെ കാര്യങ്ങളാണ് ഏതൊക്കെ സമയത്താണ് പറയുന്നതെന്നല്ലേ നിങ്ങളിപ്പോൾ ആലോചിക്കുന്നത്. ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരു വീഡിയോയിൽ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നതിൽ വേറെ കുറേ ഒരു വീഡിയോയിൽ നമ്മളിങ്ങനെ കുറേ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുക, കുറേ വീഡിയോസ് ഇട്ട് നമ്മളിങ്ങനെ വലിയ കാശുകാരനാവുന്നതിൽ പകരം ഇങ്ങനെ ഒരു വീഡിയോ എങ്കിലും ആൾക്കാരൊന്ന് മര്യാദയ്ക്ക് കാണുമോ എന്നുള്ള ഒരു ശ്രമമാണ് ഭായി. കാശുണ്ടാക്കാൻ ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷേ കാശുണ്ടാവണ്ടേ? അത് കാശ് ചിലർക്ക് കിട്ടുള്ളൂ, ചിലരുടെ കയ്യിലേ അത് പോയി ഇങ്ങനെ വേണ്ടാന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെ കാശ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇങ്ങനെ വേണമെന്ന് ഇങ്ങനെ നോക്കിയിരിക്കുന്നവന് കിട്ടത്തില്ല. എന്നാ വാഴ്ക്കടായത് എന്നും പറഞ്ഞുകൊണ്ട് തമിഴിൽ മങ്കാത്ത സിനിമയിൽ ഒരു പ്രേംജി എന്ന് പറയുന്ന കോമഡിയൻ പുള്ളി പറയുന്നുണ്ട്, എന്നാ വാഴ്ക്കടായത്. അതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. പിന്നെ ആ കാശിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ, അത് കുഴപ്പമില്ല. പക്ഷേ ഈ ആൾക്കാർ എന്തൊക്കെ ഡ്രൈവിങ് ഫോഴ്സസ്, അതായത് ഈ മറ്റേ ഷെയർ മാർക്കറ്റിലൊക്കെ ഇങ്ങനെ പറയും ഇങ്ങനെ വാട്ട്സ് ഡ്രൈവിങ് ദ മാർക്കറ്റ്സ് ദിസ് വീക്ക് എന്ന് പറഞ്ഞ പോലെയാണ് ഇവർ ഇങ്ങനെ വാട്ട്സ് ഡ്രൈവിങ് സോഷ്യൽ മീഡിയ ഇൻ കേരള ദിസ് വീക്ക്, ഈ ആഴ്ചത്തെ കേരളത്തിൽ നടക്കുന്ന വിവരങ്ങൾ. എന്തൊക്കെ സംഭവങ്ങളാണ് ഭായി. മനാഫിൻ്റെ കഥ ഇപ്പോൾ എന്തോ തീർന്ന പോലെയാണ്. പക്ഷേ ഇത് ഇങ്ങനെ ഒരു ലൂപ്പ് പോലെ ഇങ്ങനെ വന്നു പോകുമെന്ന് എനിക്കറിയില്ല. ഇത് വേറെ ആരെങ്കിലുമൊക്കെ എടുത്തിട്ട് ഇനി കുത്തിപ്പൊക്കി വിടുമോ? പക്ഷേ ഇത് ഖാദർ കരിപ്പൊടിയൊക്കെ വന്ന് ഇങ്ങനെ ചെയ്തപ്പോൾ ഒരു മേക്ക് ബിലീഫ് ആയി അല്ലേ? ഒരു മേക്ക് ബിലീഫ് അല്ലേ മോനെ?